എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് കവിത പ്ലസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചോളത്തിനെ കുറിച്ച് പറയാം. ചോളം എല്ലാവരും കണ്ടിട്ടില്ലേ? ചോളം പുട്ട എന്നും പറയും, മൈസ്, കോണ് ഇങ്ങനെയൊക്കെ പറയുന്ന സാധനമാണ്. ഒത്തിരി ഗുണങ്ങളുണ്ട്. ധാരാളം ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്, നാരുകളുണ്ട്. ഇതിലെ നാരുകൾ ദഹനത്തിന് നല്ലതാണ്. ധാരാളം കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുണ്ട്. ഇതിലെ പൊട്ടാസ്യം ഹൃദ്രോഗത്തിനെ തടയുന്നു. അതുപോലെ വൈറ്റമിൻസ്, മിനറൽസ്, ധാതുക്കൾ എല്ലാം അടങ്ങിയിട്ടുണ്ട്. ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഉണ്ട്. ഈ ആൻറ്റി ഓക്സിഡൻറ്റുകൾ നമ്മുടെ ഇൻഫ്ലമേഷനെ തടയുന്നു. ഇൻഫ്ലമേഷൻ ഉണ്ടാവാതെ നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു. പല രീതിയിൽ ഈ കോണ് അല്ലെങ്കിൽ ചോളം നമുക്ക് ഉപയോഗിക്കാം. പുഴുങ്ങി ഉപ്പ് തേച്ച് കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നോർത്തിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ പുഴുങ്ങിയിട്ട് ഉപ്പ് തേച്ച് കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നാരങ്ങാനീരും ഉപ്പും കൂടി നിറയെ തേച്ചിട്ട് കനലിൽ ചുട്ട് കഴിക്കുന്നു. ഒരു നോർത്ത് ഇന്ത്യൻസിൻ്റെ ഒരു മസാലയുണ്ട്, ചാട്ട് മസാല. അത് തൂത്ത് കഴിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ചോളപ്പൊടി കൊണ്ട് ചപ്പാത്തി, പുട്ട്, അതുപോലെ പല ആഹാരങ്ങളും ചോളപ്പൊടി കൊണ്ട് ഉണ്ടാക്കാം. ചോളം കഞ്ഞിയായിട്ട്, ചോളത്തിൻ്റെ നുറുക്ക് കഞ്ഞി ഉണ്ടാക്കാം. ചോളം സലാഡിലിടാം. പോപ്കോണ് കുട്ടികൾക്കെല്ലാം ഇഷ്ടമുള്ള ഒരു സാധനമാണല്ലോ പോപ്കോണ്. അതും നല്ല ടേസ്റ്റാണല്ലോ. പിന്നെ കറികളിലൊക്കെ ഇടാം. ഞാൻ മെഴുക്ക് പുരട്ടിയൊക്കെ ഉണ്ടാക്കുമ്പം അതിൽ കുറേ അടത്തി ഇടാറുണ്ട്. പച്ചയ്ക്ക് തിന്നാനും നല്ല ടേസ്റ്റാണ്. ചെറിയ മധുരമുണ്ട്. മുളകൊക്കെ തേച്ചും ചിലർ തിന്നുന്നുണ്ട്. മുളകും നാരങ്ങാനീരും ഒക്കെ തേച്ചിട്ടും പലരും കഴിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇതൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാനും ഏറ്റവും നല്ലതാണ് ചോളം. നല്ല ടേസ്റ്റാണ്. ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. ഓക്കേ.